ലയോ 14 മാർപ്പാപ്പയെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തിപരമായി അധിക്ഷേപിച്ചതിൽ US മെത്രാൻ സമിതി ശക്തമായി പ്രതിഷേധിച്ചു. മാർപ്പാപ്പ ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളിയല്ലെന്ന് ബിഷപ്പുമാർ ഓർമ്മിപ്പിച്ചു. ട്രംപിന്റെ വാക്കുകൾ നിരാശാജനകമാണെന്ന് മെത്രാൻ സമിതി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് പോൾ എസ് കോക്ലെ പറഞ്ഞു. മാർപ്പാപ്പ ഒരു രാഷ്ട്രീയക്കാരനല്ലെന്നും ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപിന്റെ പ്രസ്താവനകൾ മാർപ്പാപ്പയുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഗുരുതരമായ തെറ്റിദ്ധാരണയും ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തോടുള്ള അസ്വസ്ഥത ഉളവാക്കുന്ന അനാദരവും വെളിപ്പെടുത്തുന്നുവെന്ന് നെവാർക്ക് ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോസഫ് W. ടോബിൻ ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിനും മനുഷ്യാന്തസ്സിനെതിരായ മറ്റു കുറ്റകൃത്യങ്ങൾക്കുമെതിരെ അദ്ദേഹം വ്യക്തമായി സംസാരിക്കുകയും ആധികാരിക സംഭാഷണത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യും. കാരണം സഭയുടെ സാക്ഷ്യം പക്ഷപാതപരമായ താൽപര്യങ്ങളിലല്ല, ക്രിസ്തുവിന്റെ സമാധാനത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്ന് കർദിനാൾ ജോസഫ് W. ടോബിൻ വ്യക്തമാക്കി. മാർപ്പാപ്പയ്ക്കെതിരായ ട്രംപിന്റെ വിമർശനങ്ങൾ അസ്വീകാര്യമാണെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും പറഞ്ഞു. ട്രംപിനെതിരെ കടുത്ത വിമർശനവുമായി അമേരിക്കയിലെ വിവിധ കത്തോലിക്ക സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. മാർപ്പാപ്പ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ദുർബലനാണെന്നും തീവ്ര ഇടതുപക്ഷത്തെ സഹായിക്കുന്നുവെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിക്കുന്ന ഒരു മാർപ്പാപ്പയെ തനിക്ക് ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ട്രംപുമായി ഒരു തർക്കത്തിന് താനില്ലെന്നും അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെ താൻ ഭയപ്പെടുന്നില്ലെന്നും യുദ്ധത്തിനെതിരായ നിലപാട് തുടരുമെന്നുമായിരുന്നു ലയോ 14 മാർപ്പാപ്പയുടെ പ്രതികരണം. അതേസമയം തന്നെ ക്രിസ്തുവിനെ പോലെ ചിത്രീകരിക്കുന്ന AI ചിത്രം ട്രംപ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതും വലിയ വിവാദമായിട്ടുണ്ട്. കോടിക്കണക്കിന് ക്രൈസ്തവരെ ട്രംപ് അപമാനിച്ചിരിക്കുകയാണെന്ന് അമേരിക്കയിലെ രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. താനൊരു റെഡ് ക്രോസ് പ്രവർത്തകനായാണ് അതിൽ പ്രത്യക്ഷപ്പെട്ടതെന്നായിരുന്നു ട്രംപിന്റെ വിശദീകരണം. പ്രതിഷേധം ശക്തമായതോടെ സമൂഹമാധ്യമ അക്കൗണ്ടിൽ നിന്ന് വിവാദ ചിത്രം ട്രംപ് നീക്കം ചെയ്തു.